നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ തൃശൂരിൽ 3 മുന്നണികളും വീടുകൾ കയറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ആകെ 1275 ബൂത്തുകളാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. 48 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം മണ്ഡലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേർന്നുണ്ട്. കിരൺ, ഒരുപക്ഷെ NDAയുടെ ട്രെൻഡ് ആദ്യം തുടങ്ങിയത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള വരവ് അത് വളരെയധികം ആവേശത്തിൽ കൊണ്ടെത്തിച്ചെന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഒരു ജനങ്ങളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടൊക്കെ അതിന് NDAക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് വരുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? വിഷ്ണു നേരത്തെ പലതവണ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന ഒരു മണ്ഡലം അത് തൃശ്ശൂരായിരുന്നു. നേരത്തെ തന്നെ NDAയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഔദ്യോഗികമായിട്ട് വന്നില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകും എന്നത് ഉള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ, അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ നടന്നിട്ടുള്ള കൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു ഏതായാലും തൃശ്ശൂരിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പിന്നീടുള്ള സമയങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 3 മുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും താര സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുന്ന താര സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്നതായിട്ടുള്ള ഒരു മണ്ഡലം. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ലാപ്പിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 3 മുന്നണികളും ഈ നിശബ്ദ പ്രചാരണത്തിന്റെ സമയത്തും ഇപ്പോഴും വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ തടസ്സമുണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഇവരെല്ലാം തന്നെ പ്രധാനപ്പെട്ട വോട്ടർമാരെ കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടത്തി വരുന്നത്. ഇന്ന് രാവിലെ ആരംഭിച്ച ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1275 ബൂത്തുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇവിടെ ഇതിൽ തന്നെ 48ഓളം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ പ്രശ്നബാധിത ബൂത്തുകളുടെ കൂടി സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനം തന്നെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 5000-ഓളം പോലീസുകാരെ പല ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ ഇവിടെ കൂടുതൽ സേനകളെ കൂടി ഏതായാലും ഇതിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ LDFന്റെ സ്ഥാനാർത്ഥി, അതായത് VS സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അദ്ദേഹത്തിന്റെ ജന്മദേശത്തായ അന്തിക്കാടാണുള്ളത്. ഇപ്പോഴും ആളുകൾ ഉയർത്തിക്കാണിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പല പ്രതിസന്ധി വാർത്തകൾ അത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇടപെടലുകൾ ഉണ്ടാവുകയും അതിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ പോലും ഇപ്പോഴും ആളുകൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതായിട്ടുള്ള നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആ വിഷയങ്ങളെല്ലാം തന്നെ ഈ സുനിൽകുമാറിന്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അത്തരത്തിൽ ആളുകൾ കൂടി ഇപ്പോൾ ചേരുകയാണ്. എന്തായാലും കൃഷിയിൽ വളരെയധികം പേരുകേട്ട ഒരു സ്ഥലമാണ് അന്തിക്കാടിന്റെ പച്ചപ്പും കൃഷിയും അതൊക്കെ വലിയ രീതിയിൽ തന്നെ വർണ്ണനകളുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആളുകൾ കേട്ടിട്ടുള്ള, എന്നാൽ നിലവിൽ ഇപ്പോൾ കർഷകർ എന്തവസ്ഥയിലാണ് എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടതാണ്. ഏതായാലും അന്തിക്കാട് നിന്നുള്ള കർഷകരാണ് ഈ സമയത്ത് നമ്മളോടൊപ്പം ചേരുന്നത്. ഏതായാലും ചേട്ടാ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വരെ കൃഷിമന്ത്രിമാരുണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് അന്തിക്കാട് നിന്ന്. നിലവിൽ അന്തിക്കാട് ഒരു അവസ്ഥ എന്താണ്? അന്തിക്കാടിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കാർഷിക മേഖല വൻ പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അന്തിക്കാടിന്റെ കൃഷി മേഖല വളരെയധികം തകർച്ചയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാറി മാറി വരുന്ന കൃഷി വകുപ്പ് മന്ത്രിമാരെല്ലാം തന്നെ അന്തിക്കാട് നിന്നായിട്ടും ഈ മേഖലയിലെ അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇതുവരെ നടപ്പായിട്ടില്ല. ഇപ്പോൾ കുറച്ച്
വികസനം എന്ന പേര് പറയുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് 400 കോടി രൂപയുടെ രൂപ ലഭിച്ചതുകൊണ്ടാണ് കൃഷി മേഖലയിൽ കുറച്ച് വികസനങ്ങൾ, റാമ്പുകൾ, ഫാം റോഡുകൾ, വെർട്ടിക്കൽ പമ്പുകൾ, അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മേഖലയിൽ ആഗസ്റ്റ് തൊട്ടാണ് കൃഷി ആരംഭിക്കുന്നത്. ഏറ്റവും ആദ്യം ഈ മേഖലയിൽ മണലൂർ മേഖലയാണ് പണിയുക, അതിനുശേഷമാണ് മറ്റുള്ള മേഖലകളൊക്കെ പണിത് വരുന്നത്. പക്ഷേ മണലൂർ മേഖല ആദ്യം പണിയുകയും പിന്നീട് വരുന്ന മേഖലകളിലേക്ക് വെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് വെള്ളം കയറി കൃഷി നശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കുറച്ച് കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടും കാർഷിക മേഖലയിൽ നിന്ന് ഉന്നയിക്കുന്ന ആവശ്യം എന്താ വെച്ചാൽ ഏനാമാവ് റെഗുലേറ്റർ പുതുക്കി പണിയുക എന്നുള്ളതാണ്. ഈ ഏനാമാവ് റെഗുലേറ്റർ പുതുക്കി പണിയാത്തോടത്തോളം കാലം ഈ കോൾ മേഖല, തൃശ്ശൂർ ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള കൃഷി മേഖല വളരെ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷമായിരുന്നു ഈ പാടങ്ങളിലെ അന്തിക്കടത്തെ പാടങ്ങളിലെ നെല്ല് കൂട്ടിയിട്ട് കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് മന്ത്രി സുനിൽകുമാർ ആയിരുന്നു കൃഷി വകുപ്പ് മന്ത്രി. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലുകളൊക്കെ കർഷകരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ മുൻകാലങ്ങളും മുഖ്യമന്ത്രി അച്യുതമേനോൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും നെല്ല് പണിതുകൊണ്ട് മഴ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സിവിൽ സപ്ലൈക്കാർ എടുക്കാതെ വന്നൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കൃഷി വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃഷിക്കാരൻ ഒരു ഏക്കറിക്ക് 40,000 രൂപ ചെലവ് ചെയ്ത് പണിത നെല്ല് ഇപ്പോൾ അവർക്ക് സിവിൽ സപ്ലൈക്ക് കൊടുക്കുമ്പോൾ കമ്പനിക്കാർ പറയുന്നത് 4%, 2% കിഴിവ് കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കിഴിവ് എന്ന് ചോദിച്ചാൽ കൃഷിക്കാരന് മനസ്സിലാവാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അവർ പറയുന്നത് നെല്ല് വളരെ മോശമാണെന്നാണ്. ഇവിടെ ഇപ്പോൾ അന്തിക്കാട് മേഖലയിൽ പണിതത് നെല്ലാണ്, വിത്താണ് പണിതത്. ആ വിത്ത് വൻ പരാജയമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് അത് സംഭവിച്ചത്? കൃഷിക്കാരനോ യൂണിവേഴ്സിറ്റിയിലെ മണ്ണുത്തി സർവകലാശാലയിലെ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു നിലയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാല കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു സുനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആൾ തന്നെയാണ് ഇപ്പോഴും കൃഷി വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ട ഒരു പഠനം നടത്താനോ ഇതിൻ്റെ മണ്ണിൻ്റെ ഘടന കൊണ്ടാണോ അതോ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ അല്ലെ വെള്ളത്തിൽ വരുന്ന അണുബാധയെ കുറിച്ച് കൊണ്ടാണോ അതേ പുളിവെള്ളം കടന്നിട്ട് കൊണ്ടാണോ ഈ കാർഷിക മേഖല ഈ അന്തിക്കാട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കർഷകർക്കുണ്ടായ വൻ നാശം, അതിന് അങ്ങനെ വരുന്നത് വളരെയധികം കർഷകരെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. ആത്മഹത്യ പോലും ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ കർഷകർ എത്തിപ്പെട്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു ഏക്കർ നിലം പണിത് കഴിഞ്ഞാൽ വിറ്റ് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുന്ന ഒരു കാലത്തിൽ കൂടെ പോയിരുന്നത് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ഒന്നും തന്നെ മെച്ചം കിട്ടാത്ത ഒരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കൃഷിക്കാരൊക്കെ നിലം വിറ്റ് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് മേടിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ പോയിരുന്നു. ഇതിപ്പോൾ മറ്റുള്ള വയനാടിലോ ഇടുക്കിയിലോ കാണുന്ന പോലെ തൃശ്ശൂർ ജില്ലയിലെ കൃഷിക്കാരും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ അന്തിക്കടനെയൊക്കെ സംബന്ധിച്ച് 7ഓളം മന്ത്രിമാരുണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിലവിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഈ അടിസ്ഥാന വികസനം ഉണ്ടല്ലോ, റോഡടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഒരു അവസ്ഥ? എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വരുന്ന വഴിയിൽ ഈ കാറിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഒരു റോഡുകളും കണ്ടീഷനല്ല. ഇവിടെ കേരളത്തിലെ ഏത് മന്ത്രിസഭ വന്നാലും ഒരു മന്ത്രി വെച്ച് അന്തിക്കാട്ടേക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഒരു 15-20 മീറ്റർ അപ്പുറത്താണ് കെ രാജൻ്റെ വീട്. ഈ കെ രാജൻ്റെ വീട്ടിലേക്ക് വരുന്ന റോഡുകൾ പോലും വളരെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള റോഡുകളാണ്. ഇവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഒരു നേരവും ഇല്ല. അന്തിക്കാട് സെൻട്രൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കത്താതെ കണ്ടായിട്ട് 3 വർഷം കഴിഞ്ഞു. ഞങ്ങൾ പലവട്ടം പറഞ്ഞു അതിനെക്കുറിച്ച് ശരിയാക്കാൻ റിപ്പയർ ചെയ്യാൻ പറ്റി, അതുപോലും ചെയ്യാൻ കഴിയാത്ത 3 MLA അന്തിക്കാട്. ഈ 3 MLA ഒരാളും റവന്യൂ മന്ത്രിയായി കെ രാജനാണ്. 15 മീറ്റർ ഇവിടെ നിന്ന് ദൂരമുള്ളൂ കെ രാജൻ്റെ വീട്ടിലേക്ക്. ഒരു അടിസ്ഥാന സൗകര്യങ്ങളും അന്തിക്കാടില്ല. ഏതായാലും വിഷ്ണു, ഇവരെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ തന്നെ ഒരു വികസന പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലം തന്നെയാണ് ഈ അന്തിക്കാട് അടക്കമുള്ള സ്ഥലം. ഇവിടെ നിന്നാണ് LDF അവരുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ മുന്നോട്ടിറക്കിയിരിക്കുന്നത്. ഇത്രയധികം മന്ത്രിമാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളെല്ലാം തന്നെ LDFന് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത്, എന്നാൽ അവിടെ നിന്നും തന്നെ വികസനം അത് താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വികസന മുരടിപ്പ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് അവസാന വട്ടം
കൂടി ആളുകളിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും NDAയും പ്രചാരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. ഏതായാലും കേരളത്തിലെ സംബന്ധിച്ച് NDAക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏതായാലും തൃശ്ശൂർ മണ്ഡലം.